ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസിലെ പാർട്ട് 1 കേട്ടോ. പുതിയ ബുക്കൊക്കെ ആയിട്ട് 2024 നമ്മൾ ബുക്കൊക്കെ മാറിയതാണ്. അപ്പോൾ ആ പുതിയ ബുക്കാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിൽ 5ാം ക്ലാസ്സാണ് എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്താന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? പീലീസ് വില്ലേജ്, പീലിന്റെ ഗ്രാമം അല്ലെ, പീലിന്റെ വില്ലേജ് ആണ് അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ ഇവര് 4 ആൾക്കാരുണ്ട്. അവർ ഫ്രണ്ട്സ് ആണ് അല്ലെ. അവരെന്താണ്? ഹായ് ഫ്രണ്ട്സ് അല്ലെ. അവർ സമ്മർ ഹോളിഡേസ് ആർ അബൌട്ട് ടു എൻഡ്. എന്താണ്, നമ്മുടെ സമ്മർ ഹോളിഡേസ് ഒക്കെ തീരാനായിട്ടുണ്ട് അല്ലെ. ബിഫോർ ദാറ്റ്, അതിന് മുന്നേ പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ് ടു ഹെർ വില്ലേജ്. എന്താണ്, പീലി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്താണ് അവളുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ ട്രിപ്പ് ടു ദ വില്ലേജ്. പീലിയുടെ 4 ഫ്രണ്ട്സ് എന്താണ് ഈ വില്ലേജിലേക്കുള്ള ട്രിപ്പിനുള്ള പ്രിപ്പയറിംഗിലാണ് അല്ലെ. ഡോണ്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ? നിങ്ങൾക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലേ? ഷാൽ വി ഓൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത്? നമുക്ക് എന്താ പീലിന്റെ വില്ലേജിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു നോ ഈച്ച് അതർ ബിഫോർ അവർ ട്രിപ്പ്. എന്താണ്, നമ്മൾ ട്രിപ്പിന് മുന്നേ ആയിട്ട് എന്താണ് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഇവിടെ പേരെന്താണ്? ഐ ആം നീനു. ഐ മൂവ് അറൌണ്ട് ഓൺ എ വീൽ ചെയർ. നിന്റെ പേര് നീനു ആണ്. ഞാൻ എന്താണ് വീൽ ചെയറിലാണ് ഞാൻ എന്താണ് നടക്കാൻ പറ്റുക അല്ലെ. മൈ ഹോം ഈസ് അറ്റ് ദ ഗവൺമെന്റ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി. എന്താണ്, സിറ്റിന്റെ അടുത്തായിട്ട് എന്താണ് ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെയാണ് എൻ്റെ വീട്. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ഓൾസോ. എനിക്കൊരു ചെറിയൊരു അനിയനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ഇനി പറയുന്നത് മൈ നെയിം ഈസ് അപ്പു. എൻ്റെ പേര് അപ്പു ആണ്. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. എൻ്റെ എന്താണ് സിറ്റിയിലുള്ളൊരു ചേരിയിലാണ് എൻ്റെ വീട്. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. എന്താണ്, ഒരു തുണിമില്ലില് ആണ് എൻ്റെ അമ്മയ്ക്ക് ജോലിന്ന് അപ്പു പറയുന്നു അല്ലെ. ഇനിയും എന്താണ് ഇവൻ പറയുന്നത്? മൈ നെയിം ഈസ് വിക്കി. എൻ്റെ പേര് വിക്കി എന്നാണ് അല്ലെ. ഐ ലീവ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ് ഇൻ ദ സിറ്റി. എന്താണ്, ഞാൻ സിറ്റിയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. മൈ പപ്പ ഈസ് എ ബിസിനസ്മാൻ. എൻ്റെ പപ്പ ഒരു ബിസിനസ്മാൻ ആണ് അല്ലെ. മൈ മോം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. എൻ്റെ അമ്മ എന്താണ് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. ഇനി ഇവള് പറയുന്നത് എന്താണ്? ഐ ആം ചെമേലി. വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം. എന്താണ്, ഞങ്ങൾ ആസാം സ്വദേശികളാണ് അല്ലെ. മൈ പാപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. എന്താണ്, ഞാനും അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണ് കുറെ വർഷങ്ങളായി. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 years ഓൾഡ്. ഞങ്ങൾ കേരളത്തിലേക്ക് വന്നത് എന്താണ് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് കേരളത്തിലേക്ക് വന്നത്. വി ലീവ് ഇൻ എ പ്ലേസ് വെർ പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് ലീവ് ടുഗദർ. എന്താണ്, ഞങ്ങൾ താമസിക്കുന്നത് പുറമെ നിന്നുള്ള സ്റ്റേറ്റ്സുകാർ താമസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് ചെമേലി പറഞ്ഞു അല്ലെ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അറ്റ് ദ 5th person ഈസ് ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. നിങ്ങൾ എന്താക്കുക, നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങളെ ചിത്രം ഇവിടെ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ ഇവർ പരിചയപ്പെട്ട പോലെ തന്നെ നിങ്ങളും പറയുക. മൈ നെയിം ഈസ്, നിങ്ങളെ പേരെന്താണ് അവിടെ എഴുതുക. പിന്നെ ഇവിടെ നിങ്ങളെ വീട് എവിടെയാണെന്ന് എഴുതുക. പിന്നെ എന്താണ് അച്ഛൻ എന്താ ജോലിന്ന്, അമ്മക്ക് എന്താ ജോലി എന്നൊക്കെ എഴുതുക. ഓക്കെ, നിങ്ങളെ ഡീറ്റെയിൽസ് എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ എഴുതുക. ഓക്കെ. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. ഈ ഗസ്റ്റ് വർക്കേഴ്സ് അല്ലെ, അതിഥി തൊഴിലാളികൾ കേട്ടില്ലേ, അതാണ് ഗസ്റ്റ് വർക്കേഴ്സ് അല്ലെ. അതവര് എന്താ കേരളത്തിലേക്ക് വന്നത് എന്താണ് പുറമുള്ള സ്റ്റേറ്റിൽ നിന്നാണ് അല്ലെ. ഫ്രം അതർ സ്റ്റേറ്റ്, ഇന്ത്യ എന്താണ് ഈ കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്നാണ് കേരളത്തിലേക്ക് ഗസ്റ്റ് വർക്കേഴ്സ് വരുന്നത് അല്ലെ. മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. എന്താണ് ഈ അധികവും ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്? ആസാമിനും ബീഹാറിനും വെസ്റ്റ് ബംഗാളിനും ജാർഖണ്ഡിൽ നിന്നും ഒക്കെ എന്താണ് നമ്മളെ കേരളത്തിലേക്ക് വരുന്നുണ്ട് അല്ലെ. ദെയർ ചിൽഡ്രൻ ആർ ബീയിങ് എഡ്യൂക്കേറ്റഡ് ഇൻ പബ്ലിക് സ്കൂൾസ് ഇൻ കേരള. എന്താണ് അവരുടെ മക്കൾ എന്താണ് ഇവിടെ അതായത് എന്താണ് കേരളത്തിലുള്ള പബ്ലിക് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. ദസ് ചെമേലി ഈസ് ഓൾസോ സ്റ്റഡിങ് കേരള. അതുകൊണ്ട് എന്താ ചെമേലി എന്താണ് കേരളത്തിൽ പഠിക്കുകയാണ് അല്ലെ. ചെമേലി കോൾസ് ഹെർ മദർ ആൻഡ് ഫാദർ. ചമേലി അവളുടെ അമ്മേനെയും അച്ഛനെയും വിളിക്കുന്നത് എന്താണ് മ ആൻഡ് പപ്പ റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണ് അവർ വിളിക്കുന്നത് അല്ലെ. ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്? ഇനി എന്താ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തോ? Try to create an extended personal profile, personal information by adding your hobbies, leisure time activities, wishes and dreams along with the information you have already mentioned. Your teacher will also help.
എന്താണ് പറയുന്നത്? ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലേ, എന്താ നിങ്ങളെ പേരും നിങ്ങളെ വീട് എവിടെയാന്ന്, അച്ഛന് എന്താ പണിയെന്നും അമ്മേന്റെ പണിയൊക്കെ നിങ്ങൾ എന്താണ് പറഞ്ഞല്ലേ. അതിന്റെ കൂട്ടത്തിൽ എന്താണ് നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള എന്താണ് നിങ്ങളെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങളെ ലെഷർ ടൈം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളികൾ എന്തൊക്കെയാണ്, അതുപോലെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്തൊക്കെയാന്നൊക്കെ നിങ്ങൾ എന്താക്കുക ഇവിടെ മെൻഷൻ ചെയ്ത് അതൊന്ന് വിപുലീകരിക്കുക, അതായത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, then let's get ready for our trip. നമുക്ക് എന്താ ട്രിപ്പിന് വേണ്ടി റെഡി ആയാലോ? ഇനി ഇവള് പറയാം അല്ലേ, ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോങ്ങിങ് ഫോർ എ ലോങ് ടൈം. അറ്റ് ലാസ്റ്റ് വി ആർ ലീവിങ് ടുഡേ. I tried really hard to get permission from home. You know that I don't go everywhere. എന്താണ് ഈ ട്രിപ്പിന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നില്ലേ. ലാസ്റ്റ് എന്താണ് നമുക്ക് ഇന്ന് പോവുകയാണ് അല്ലേ. ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് റിയലി ഹാർഡ് അല്ലേ, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് എനിക്ക് പെർമിഷൻ തന്നത്, സമ്മതം തന്നത്, പോകാനുള്ള ട്രിപ്പിന് പോകാനുള്ള സമ്മതം തന്നത്. ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് അല്ലേ. യു നോ ദാറ്റ് ഐ ഡോണ്ട് ഗോ എവരിവർ. നിങ്ങൾക്കറിയില്ലേ എന്താണ് എനിക്ക് എല്ലായിടത്തും പോകാൻ കഴിയില്ല അല്ലേ, കാരണം വീൽ ചെയർമാനാണ് അല്ലേ. അപ്പോൾ വിക്കി പറയുന്നതാണ്, പപ്പ ആൻഡ് മമ്മി റിലക്റ്റന്റ്ലി let me go. They don't allow me to go to places far away alone. I have to struggle hard to get consent. You are the only friends I have here. Mummy has strictly asked me not to eat anything from there. ഇപ്പൊ എന്താ ഇവിടെ പറയുന്നത്, പപ്പായും അമ്മയും എന്താ മനസ്സോടെയാണ് എന്നെ വിട്ടത് അല്ലേ. അവരെന്താണ് ഇപ്പൊ ദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ എന്നെ അനുവദിക്കാറില്ല. പിന്നെന്താണ്, ഐ ഹാഡ് ടു സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസേൺ. എനിക്ക് അവരുടെ സമ്മതം കിട്ടാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു അല്ലേ. യു ആർ ദ ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയർ. എനിക്ക് നിങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ള ഫ്രണ്ട്സ് എനിക്ക്. മമ്മി ഹാസ് സ്ട്രിക്ട്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദർ. അവിടുന്ന് ഒരു ഭക്ഷണവും കഴിക്കരുത് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വിക്കി പറഞ്ഞു അല്ലേ. ഇനി ചെമേലി പറയുന്നത് എന്താണ്, മൈ ഈസ് ഓൾവേസ് സ്കേർഡ് വേർ എവർ ഐ ഗോ. അമ്മക്ക് എപ്പോഴും പേടിയാണ് ഞാൻ എവിടെ പോവുകയാണെങ്കിലും അല്ലേ. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. ഞങ്ങളുമായിട്ട് എന്താണ് ഇതാക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യലുണ്ട് ഇവിടുത്തെ അധികം ആൾക്കാരും, കാരണം ഇവർ ആസാം സ്വദേശികളാണല്ലോ. ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദിസ്. ഞാൻ എന്താക്കി പീലിനോ അതിനെ കുറിച്ച് പറഞ്ഞു. ഷീ ഹാസ് അഷ്യൂർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ് വിൽ കീപ് ഡിസ്റ്റൻസ്. ആരും അവരെ എന്താണ് വിട്ടു നിർത്തൂല എന്ന് അവള് എനിക്ക് എന്താണ് ഉറപ്പ് തന്നിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഐ ആം ഗോയിങ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് ചെമ്മേലി പറഞ്ഞു അല്ലേ. ദെൻ അപ്പു പറയുന്നത് എന്താ, അമ്മ ഡിഡിന്റ് ഒബ്ജെക്ട് ടു. അമ്മയും എന്നെ വിട്ടില്ലായിരുന്നു അല്ലേ. ഐ ആം വെറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. ഇവിടെ എന്താണ്, അമ്മ ഡിഡിന്റ് ഒബ്ജെക്ട് ടു. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല അതല്ലേ. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഐ ആം വെറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. ഞാൻ പോകുമ്പോ അമ്മ ഒറ്റക്കായി പോകുന്നുള്ളൊരു വിഷമേ ഉള്ളൂ എനിക്ക്. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ. ഏതായാലും ഒരു ദിവസത്തേക്കല്ലേ, ഇറ്റ് വിൽ ബി ഓൾറൈറ്റ്, കുഴപ്പമില്ല എന്ന് അപ്പു പറയാണ് അല്ലേ. ആർ യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം? നിങ്ങളും അവരുടെ കൂടെ യാത്രക്ക് തയ്യാറാണോ? റെഡിയല്ലേ, തയ്യാറാവാൻ റെഡിയല്ലേ? ഡോണ്ട് യു ഡു ഹാവ് സം കൺസേൺസ്? നിങ്ങൾക്കും ഇല്ലേ അതിനായിട്ടുള്ള കുറച്ച് കൺസേൺസ് ഒക്കെ, ആശങ്കകളൊക്കെ നിങ്ങൾക്കും ഇല്ലേ? ആശങ്കകളൊക്കെ നിങ്ങൾക്കും ഇല്ലേ? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട് ഹിയർ. താഴെ നിങ്ങളുടെ ചിത്രം വരച്ചിട്ട് നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാന്ന് ഇവിടെ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്? എങ്ങനെയാണ് ഈ ഫ്രണ്ട്സുകളൊക്കെ ഇത്രയും ക്ലോസ് ആയത്? അവരൊക്കെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, എന്നിട്ട് അവരെന്താണ് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് അല്ലേ. ഇമാജിൻ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ബിക്കെയിം ഫ്രണ്ട്സ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ സിറ്റുവേഷന്, അവർ ഫ്രണ്ട്സ് ആയ സിറ്റുവേഷൻ എന്താക്കുക നിങ്ങൾ ഇമാജിൻ ചെയ്യുക. പ്രസന്റ് റോൾ പ്ലേ ഇൻ ദ ക്ലാസ്. എന്നിട്ട് എന്താക്കുക ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ദെൻ ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്. എന്താണ് ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻ ബിഫോർ എവറി ട്രിപ്പ്? ഏത് ട്രിപ്പ് പോവുകയാണെങ്കിലും നമുക്ക് എന്താ പ്രിപ്പറേഷൻസ് ഉണ്ടാവും അല്ലേ. വി ഓൾസോ ഗെറ്റ് മെന്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ. എന്താണ് നമുക്ക് എന്താണ് ഈ നമ്മൾ എന്താണ് എവിടേക്കാ പോകുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്താക്കും മെന്റലി പ്രിപ്പയർ ചെയ്യണം അല്ലേ. പർപ്പസ്, ഡെസ്റ്റിനേഷൻ, പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. എന്താണ് നമ്മളെ യാത്രേൻ്റെ ഉദ്ദേശവും അതുപോലെ എന്താണ് യാത്രാ വഴിയും, അതായത് എങ്ങോട്ടാണ്, എവിടേക്കാണ്, എങ്ങനെയാണ് അല്ലെ പോകുന്നതെന്നൊക്കെ നമ്മളെന്താണ് ഒരു മെന്റലി നമ്മളെന്താണ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ. ഡോണ്ട് അവർ തോട്ട് ഓൾസോ കം അലോങ് വിത്ത് തിങ്സ് ഇൻ ദ ബാഗ് വിച്ച് വി സെറ്റ് ഫോർ ദ ട്രിപ്പ്. എന്താണ് നമ്മളെന്താണ് നമ്മൾ ബാഗിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആ കൊണ്ടുപോകുന്നിടയിൽ നമ്മളെ ചിന്തകളും വരാറുണ്ട് അല്ലേ നമ്മളെ കൂട്ടത്തിൽ. ലെറ്റ് സീ വാട്ട് ദേ ക്യാരി ഇൻ ദെയർ ബാഗ്. നോക്കാം നമുക്ക് ഒരു ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നോക്കാം അല്ലേ.
ചമേലി എന്താണ് കൊണ്ടുപോകുന്ന ബാഗില്? ഡ്രസ്സ്, ബ്രഷ്, സോപ്പ് ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അപ്പം അവളുടെ തോട്ടം എന്താണ്? അത് സെറ്റ് മീ അസൈഡ്, പിന്നെ എല്ലാവരും എന്താണ് വിട്ടു നിർത്തുമോ എന്നുള്ള പേടിയാണ് ചമേലിക്ക്. മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഈ ചമേലിക്കുള്ളത് അല്ലേ? ഇനിയോ അപ്പൂനുള്ളതോ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ ഇതാണ് അവൻ്റെ സാധനങ്ങൾ അല്ലേ? ഇനി അവൻ പറയുന്ന തോട്ടം എന്താണ് അവൻ്റെ? അമ്മാബി അല്ലോണം ഒറ്റക്കാവുമോ? പിന്നെ ഈ ഇവളത് നീനുവിൻ്റെ അല്ലേ ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ക്യാൻ ഐ വിസിറ്റ് ഓൾ ദ സൈറ്റ്സ് അവിടെയുള്ള എല്ലാ സ്ഥലത്തും പോകാൻ കഴിയുമോ എന്നാണ് ഇവിടെ ആശങ്കപ്പെടുന്നത് അല്ലേ? ഇനി വിക്കിയോ അവൻ്റെ ബാഗും ഇതൊക്കെ അല്ലേ? വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി, അവിടെ സിറ്റീൻ്റെ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കുമോ എന്നാണ് വിക്കിൻ്റെ തോട്ട് അല്ലേ? വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസന്റ് ദ സെയിം. ഇവിടെ നിങ്ങളുടെ ചിത്രം നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗും അതുപോലെ അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നിങ്ങളെ ചിത്രം ഇവിടെ വരച്ചിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ആശങ്കപ്പെടുന്ന എന്തോ എന്നുള്ളത് ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ ടു പീലീസ് വില്ലേജ്. ഇനി പീലീൻ്റെ വില്ലേജിൽ അല്ലേ നോക്കാം. ഷാൾ വി സിംഗ് എ ട്രാവൽ സോങ് ടുഗദർ? നമുക്ക് ഒരു ട്രാവൽ സോങ് പാടിയാലോ എന്ന് ഈ കുട്ടി പറയുകയാണ് അല്ലേ? We are on our way to see the world and travel near and far അല്ലേ? നമ്മളെന്താണ് വേൾഡ് കാണാൻ പോവുകയാണ് അല്ലേ? നമ്മളെ വേൾഡ് കാണാൻ പോകുന്ന വഴിയാണ് നമ്മൾ അടുത്തും ദൂരെയൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നാണ് പാടുന്നത് അല്ലേ? ഡു യു നോ ട്രാവൽ സോങ്? നിങ്ങൾക്ക് അറിയോ ഈ ട്രാവൽ സോങ്? കളക്ട് ആൻഡ് പ്രസന്റ് ദം ആസ് ഗ്രൂപ്പ് ഇൻ ക്ലാസ്. റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. നിങ്ങൾ ഗ്രൂപ്പാക്കുക ക്ലാസ്സിൽ. എന്നിട്ട് എന്താക്കുക, നിങ്ങളെ പ്രസന്റ് ദം ആസ് ഗ്രൂപ്പ് ഇൻ ക്ലാസ്. എന്നിട്ട് നിങ്ങളത് ഉണ്ടാക്കുക, പ്രസന്റ് ചെയ്യുക പാട്ട്, ട്രാവൽ സോങ്. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതുക കേട്ടോ. ഫേവറേറ്റ് ട്രാവൽ സോങ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതുകയും ചെയ്യുക. ദെൻ പീലീസ് വില്ലേജ് അല്ലേ? ദാറ്റ് ഈസ് എ പീലീസ് വില്ലേജ്. അതാണ് പീലിയുടെ വില്ലേജ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ദർ ഇസ് എ പീലി, അതാ പീലി എന്ന് പറയുകയാണല്ലേ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം. വൈ ആർ യു സോ ലേറ്റ്? ഞാൻ ഇത്ര നേരം നിങ്ങളെ കാത്തിക്കുന്നത്, നിങ്ങൾ എന്താ ഇത്രയും നേരം വൈകിയെന്ന് പീലി ചോദിക്കുകയാണല്ലേ? റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. അപ്പോൾ പീലിൻ്റെ നിങ്ങളെ റെസ്പോൺസ് എന്തായിരിക്കും? ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് വരികയായിരുന്നു എന്നൊക്കെ എഴുതാം അല്ലേ? കം ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയുകയാണല്ലോ പീലി. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് പീലീസ് വില്ലേജ്? പീലിൻ്റെ വില്ലേജിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. പീലിൻ്റെ വില്ലേജ് എന്താക്കുക, ഇമാജിൻ ചെയ്തിട്ട് നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ വരയ്ക്കുക. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി അത് വരയ്ക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ ദിസ് ഈസ് മൈ അമ്മ. അപ്പം അമ്മേനെ കാണിച്ചിട്ട് പീലി പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞില്ലേ? കമോൺ എവരിബഡി, വരും എല്ലാവരും അല്ലേ? യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്. ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. നിങ്ങൾ കുറേ നേരമായിട്ട് നിങ്ങളിവിടെ കുറേ നേരമായി നടക്കുന്നില്ല, നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറയുകയാണല്ലേ അമ്മ. അപ്പോൾ വിക്കി പറയുന്നത് എന്താണ്? ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. ഞാൻ എൻ്റെ ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാന്ന് വിക്കി പറയാണല്ലേ? ഹൗ ഹോട്ടി ഹീസ്. ഇതൊരു ജാടേ അവരെന്നൊക്കെ പറയില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോട്ടി ഹീസ്. ഡിയർ ഈസ് ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി? ഡിയർ, ഇതൊന്നും നീ വീട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലേ? ട്രൈ ഈറ്റിംഗ് ദിസ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ അവർ ഓൺ ഫീൽഡ്. നമ്മളെ സ്വന്തം ഫീൽഡിൽ നിന്ന്, വയലിൽ നിന്നുണ്ടായ നെല്ലാണിത്, നെല്ലിൻ്റെ ചോറാണിത്. വി മിൽ ഇറ്റ് അവർസെൽസ് ആൻഡ് ദെൻ ദർ ഇസ് എ ടപ്പിയോക്ക. അവിടെ ടപ്പിയോക്കയുണ്ട്. ദർ ഇസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദ റിവർ. പീലിൻ്റെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീൻകറിയും ഒക്കെയാണ്. ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ് അല്ലേ? ആ മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? പീലിൻ്റെ അച്ഛനുമാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, നീ ഇവിടെ നിന്ന് കഴിക്കുമെന്ന് പറയുകയാണ് അല്ലേ അമ്മ? അപ്പോൾ വിക്കി കഴിക്കുകയാണല്ലേ? ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡിലീഷ്യസ് ഫുഡ്. എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇതില്ലേ, ഇത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല വീട്ടിൽ നിന്ന് വിക്കി പറയാണല്ലേ? അപ്പോൾ അപ്പു പറയുന്നത്, പീലി
ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്. എന്താണ് ഈ ഫുഡ് നല്ല നന്നായിട്ടുണ്ട്. ഹൗ ഡിലീഷ്യസ് ഇറ്റ് ഈസ്. എന്തൊരു ഡിലീഷ്യസ് ആണ്, ടേസ്റ്റ് അതിനല്ലേ. യു ഷുഡ് ഷെയർ ദ റിസൈപ്പ്. ഓക്കെ, ഇത് ഒന്ന് ഷെയർ ചെയ്യണത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് പറയണമെന്ന് അപ്പു പറയാ. ഓക്കെ എന്ന് പറയാണല്ലേ. വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. നമുക്ക് എന്താക്കാം, നമുക്ക് നമ്മളെ അച്ഛനോട് തന്നെ ചോദിക്കാന്ന് പറയാണല്ലേ. ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്. അച്ഛൻ വയലിലായിരിക്കും. ഗോ ദർ, അവിടെ പോകൂ. യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നമ്മളെ വില്ലേജും കാണാന്ന് പറഞ്ഞില്ലേ. ഷാൾ വി ഇന്റർവ്യൂ പീരീസ് ഫാദർ. അപ്പൊ പീരീന്റെ അച്ഛനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്താലോ. പ്രിപ്പയർ എ ക്വസ്റ്റിനെയർ ഫോർ ദാറ്റ്. അതിനു വേണ്ടി നിങ്ങൾ എന്താക്കുക, ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കുക. ചോദ്യം ചോദിക്കണ്ടേ, ആ ചോദ്യങ്ങൾ തയ്യാറാക്കുക. പീരീന്റെ അച്ഛനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കുക കേട്ടോ. ഒന്ന് തയ്യാറാക്കി നോക്കുക എന്തൊക്കെയാണ് പീരീന്റെ അച്ഛനോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത്. അപ്പൊ പീരീന്റെ അച്ഛൻ എന്താണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ ശേഷം ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്. അങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറയാണ് അല്ലേ. അപ്പോൾ നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദീസ്. എനിക്കും വേണം ഇങ്ങനത്തെ എന്തൊക്കെ പാചകം ചെയ്യാൻ പഠിക്കാമെന്ന് മോള് പറയുന്നുണ്ട് അല്ലേ. ഷാൾ വി മേക്ക് ഡിഷ് ഫോർ ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ഡിഷ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഫുഡ്. പ്രിപ്പയർ ഡിഷ് യൂസിങ് എഡിബിൾ ഐറ്റംസ് കളക്റ്റഡ് ഫ്രം അവർ ലൊക്കാലിറ്റി. യുവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ വെച്ചൊരു ഡിഷ് തയ്യാറാക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ് പ്രിപ്പയർ ആൻഡ് ബ്രിങ് ഇൻ ടു ദ ക്ലാസ് റൂം. എന്നിട്ട് എന്താക്കുക, വലിയവരെ സഹായത്തോടു കൂടി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക. ഹോപ്പ് യു വുഡ് ഷെയർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ബ്രിങ് വിത്ത് എവ്രി വൺ ഇൻ ദ ക്ലാസ്. എന്താ നിങ്ങൾ എന്താക്കുക, എല്ലാവരും കൊണ്ടുവന്നത് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. ബട്ട് അങ്കിൾ ഐ ഹാവ് എ ഡൗട്ട്. പക്ഷെ എന്താണ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വാട്ട് യു ഫീൽ ബോർഡ് വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി. അപ്പം നിങ്ങൾക്ക് ബോറടിക്കൂലേ ഈ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാതെയും വൈഫൈ കണക്ഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കൂലേ എന്ന് വിക്കി ചോദിക്കുക അല്ലേ. വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം പീരി. നിങ്ങൾക്കൊരു ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് പീരിയോട് ചോദിക്കുക അല്ലേ. ഹൗ ഡു യു ഫീൽ ഹാപ്പി വിത്തൗട്ട് എനി ഗെയിംസ്. ഒരു ഗെയിമും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആവുന്നത്. ഇഫ് വി വേർ ഇൻ സിറ്റി വി കുഡ് ഡു മെനി തിങ്സ്. എന്താണ്, ഞങ്ങൾ സിറ്റിയിലാവുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് എന്താണ് വിക്കി പറയാണല്ലേ. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പം അപ്പു പറയുന്നത് എന്താണ്, എനിക്ക് തോന്നുന്നത് എന്താണ്, സിറ്റിൻ്റെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അപ്പു പറയുകയാണ് അല്ലേ. വാട്ട് വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സെഡ് ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി. അപ്പോൾ അപ്പുവും വിക്കിയും എന്താണ് സെയിം സിറ്റി എന്താണ് ഈ ഇതിനെ കുറിച്ചിട്ട് സെയിം സിറ്റിനെ കുറിച്ചിട്ട് രണ്ട് അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ടാണ് രണ്ട് അഭിപ്രായം വിക്കിയും അപ്പുവും പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ആർ വേരിയസ് ഗെയിംസ് ഹിയർ ടു. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. കം ഓൺ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. എന്താണ്, ഇവിടെ ഒരുപാട് ഗെയിമൊക്കെ ഉണ്ടല്ലേ, ഇവരൊക്കെ എങ്ങനെയാണ് കൂടുതൽ കളിക്കുന്നതും ഫണ്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാമെന്നും പറയാണ് അച്ഛൻ അല്ലേ. കം ഓൺ, വി ക്യാൻ ഓൾസോ ഗോ വിത്ത് പീരീസ് ഫാദർ. വരൂ, നമുക്ക് എന്താക്കുക, പീരീൻ്റെ അച്ഛൻ്റെ കൂട്ടത്ത് പോവാം അല്ലേ. ആൻഡ് സീ ദ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് ഫൺ ഇൻ ദ വില്ലേജ്. നമുക്ക് എന്താണ് വില്ലേജിലുള്ള ഡിഫറെൻറ്റ് ഫണ്ടുകളൊക്കെ കാണാം. യു ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്കും എന്താവും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ് ഉണ്ടായിരിക്കും അല്ലേ. നല്ല സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഹാവിൻഡ് യു ഇല്ലേ. വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി. എന്ത് ഇതാണ് നിങ്ങളെ സന്തോഷവാന്മാരാക്കിയത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡിജിറ്റൽ ഡിവൈസ് ഇൻ ദ സ്കൂൾ മേക്ക് എ സെൽഫി വീഡിയോ ടൈറ്റിൽഡ് മൈ ഹാപ്പിനെസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് യുവർ ടീച്ചർ. എന്താണ് നിങ്ങൾ സ്കൂളിലുള്ള ഡിജിറ്റൽ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ഒരു സെൽഫി വീഡിയോ റെഡിയാക്കുക. എന്നിട്ട് മൈ ഹാപ്പിനെസ് എന്നുള്ള ഇതും കൊടുക്കുക, ടൈറ്റിലും കൊടുക്കുക. എന്നിട്ട് നിങ്ങളത് എന്താക്കുക, ആ സന്തോഷമുള്ളത് എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ പറയുക. ഓക്കെ. ദെൻ ദ റസ്റ്റിക് ബ്യൂട്ടി. എന്താണ് ദ റസ്റ്റിക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് എന്താണ് സന്തോഷം ഉണ്ടാവുക എന്നും ഒക്കെ കുറിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, മൈ ഹാപ്പിനെസ് എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ തയ്യാറാക്കുക കേട്ടോ. ദ റസ്റ്റിക് ബ്യൂട്ടി എന്താണ്, ഗ്രാമഭംഗി അല്ലേ. വാക്ക് ത്രൂ പീരീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അങ്ങനെ പീരീഡ് വില്ലേജിലൂടെ നടന്നപ്പോൾ എന്താണ്, അത് എന്തൊരു ബ്യൂട്ടിഫുള്ളും സിമ്പിളും ആണെന്ന് പറയും ആണ് അല്ലേ. നോക്കൂ, വില്ലേജസ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. എന്താണ് വില്ലേജേഴ്സ് ഒക്കെ എന്താണ് ആഴ്ച മാർക്കറ്റിൽ അല്ലെ ആഴ്ച ചന്തയിൽ വരും. വീക്ക്ലി മാർക്കറ്റ്സ് എന്ത് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ, അവരുണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ എന്താക്കും ഈ വില്ലേജേഴ്സ് ഈ വീക്ക്ലി മാർക്കറ്റിലേക്കാണ് വരാറ്.
ഇപ്പൊ എന്താണ് പറയുന്നത്, വില്ലേജേഴ്സ് ഇവിടെ വീക്ക്ലി മാർക്കറ്റ് നടത്തുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ വീക്ക്ലി മാർക്കറ്റിലേക്കാണ് ഈ അവിടെയുള്ള ഗ്രാമവാസികളൊക്കെ സാധനങ്ങൾ വാങ്ങാനും അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഇവിടേക്കാ വരുന്നതെന്ന് അച്ഛൻ പറയുന്നുണ്ട് അല്ലേ. ദർ ആർ വീക്ക്ലി റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി റൈറ്റ്. അപ്പൊ നിങ്ങളുടെ നാട്ടിലും ഈ ആഴ്ചയിലുള്ള ചന്തകളും അതുപോലെ എന്നുള്ള ചന്തകളും അതുപോലെ വൈകുന്നേരമുള്ള ചന്തകളൊക്കെ ഉണ്ടാവും. വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്. നിങ്ങൾ എന്താക്കുക, മാർക്കറ്റിൽ നിങ്ങളെ വലിയ ആൾക്കാരുമായിട്ട് പോവുക, എൽഡേഴ്സുമായിട്ട് പോവുക. ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ദർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. നിങ്ങൾ ആ ആക്ടിവിറ്റീസ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, നോട്ട് തയ്യാറാക്കുക. പീരീസ് ഫാദർ ഗിഫ്റ്റഡ് ഹെർ ഫ്രണ്ട്സ് ഹാഡ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫോൺസ് ബാസ്കറ്റ് ആൻഡ് ക്ലോത്ത്സ്. അപ്പൊ പീലിയുടെ അച്ഛൻ എന്താക്കി, അവർക്ക് അവരുടെ ഫ്രണ്ട്സിനൊക്കെ എന്താക്കി, തൊപ്പിയും ഈ കോക്കനട്ടിന്റെ ഇലനോടുള്ള, അതായത് തെങ്ങോലിനോടുള്ള ഹാറ്റ് വാങ്ങിക്കൊടുത്ത്, അതുപോലെ ബാസ്ക്കറ്റും ക്ലോത്ത്സും ഒക്കെ വാങ്ങിക്കൊടുത്തു അല്ലേ. വാട്ട് തിങ്സ് ക്യാൻ യു മേക്ക് ഔട്ട് ഓഫ് കോക്കനട്ട് ഫ്രോൺസ് പേപ്പർ എക്സെട്ര. എക്സിബിറ്റ് യുവർ പ്രോഡക്റ്റ് ഇൻ ക്ലാസ്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഉണ്ടാക്കാൻ, ഈ കോക്കനട്ടിന്റെ തെങ്ങോലിനോട് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കറിയാം, അതുപോലെ പേപ്പറിനോട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുക, അത് ക്ലാസ്സിൽ പറയാം, ക്ലാസ്സിൽ കാണിക്കുക. ദെൻ there are many such ponds in this village. ഇതുപോലെ ഒരു പോൺസ് കാണിച്ചിട്ട് അല്ലെ, കുളം കാണിച്ചിട്ട് പീലി പറയാനുള്ള ഇതുപോലെ ഒരുപാട് കുളങ്ങൾ ഞങ്ങളെ വില്ലേജിലുണ്ട്. മൈ ഫ്രണ്ട്സ് ആൻഡ് മൈസെൽഫ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോൺസ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ നീന്താൻ പഠിച്ചത് ഇങ്ങനത്തെ പോൺസ് എന്നാണ് അവൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ഓൾ എൻജോയ്. ഞാൻ എന്തൊരു സന്തോഷവതിയാണ്, ഞാൻ ഇത് കണ്ടും എൻജോയ് ചെയ്ത് അല്ലേ. എല്ലാം ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് അല്ലേ, സന്തോഷിക്കുകയെന്ന് ഇവള് പറയാണ് അല്ലേ. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ, കാളപ്പൂട്ട് മത്സരം ആർ ഹെൽഡ് ഇൻ ഫീൽഡ് ദാറ്റ് ഹാവ് ബീൻ പ്ലഫ്ഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. വിളവെടുപ്പിന് ശേഷം രണ്ടാമത്തെ കൊയ്ത്തിന് വേണ്ടിയുള്ള ഇതിൽ കോമ്പറ്റീഷൻ ഈ കാളപ്പൂട്ട് മത്സരം നടത്തും അല്ലെ. ഈ ഫീൽഡിൽ ഈ ഇത് മറിച്ചതിന് ശേഷം കാളപ്പൂട്ട് മത്സരം എന്താക്കും അവിടെ നടത്തും അല്ലെ. പിന്നെ അതായത് കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായിട്ട് അവിടെ ഉഴുത് മറിച്ച വയലിലാണ് ഈ കാളപ്പൂട്ട് മത്സരം നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ ദിസ് ഈസ് എ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. ഇതാണ് ഞങ്ങളുടെ വില്ലേജിലുള്ള ഫെസ്റ്റിവൽ എന്നും പറഞ്ഞ് ഈ ഫെസ്റ്റിവൽ കാണിച്ചു കൊടുക്കാം അല്ലേ. ആർ ഇൻ ദർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ടു. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും ഡിഫറെന്റ് ഫെസ്റ്റിവൽസ് ഉണ്ടാവും അല്ലേ. ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻസ് സച്ച് ആസ് ഫെസ്റ്റിവൽസ്, ഫീസ്റ്റ്, ഉറൂസ്, ഫെയർസ്, സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സെട്ര ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ മുതിർന്നവരോട് ചോദിക്കുക ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് അല്ലേ. ഓണത്തിനെ കുറിച്ചിട്ട്, അതുപോലെ ഉറൂസ്, പിന്നെ ഫെയർസ്, സ്പോർട്സ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതിനെ കുറിച്ചിട്ടൊക്കെ എന്താക്കുക, നിങ്ങളെ എൽഡേഴ്സിനോട് ചോദിച്ചിട്ട് എന്താക്കുക, അത് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക കേട്ടോ. ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ് ഓഫ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ദീസ് ഫെസ്റ്റ് വിത്ത് എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇത് നിങ്ങളെ ഫാമിലിയിലെ എൽഡേഴ്സുമായിട്ട് പോയി കണ്ടതും എൻജോയ് ചെയ്തതൊക്കെ നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ you are returning with your friends and Peely at night after watching the sight in the village. അങ്ങനെ എന്താക്കി, ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പീലി ഫ്രണ്ട്സും ഒക്കെ എന്താക്കി രാത്രി തിരിച്ചു വരികയാണ് അല്ലേ. ഹൗ അബൌട്ട് കമ്പോസിങ് ആൻഡ് സിംഗിങ് എ സോങ് അറ്റ് ദിസ് ടൈം. എന്ത് പാട്ടായിരിക്കും നിങ്ങൾ അപ്പോൾ പാടുക രാത്രി വരുമ്പോൾ? ഷാൾ വി കമ്പോസ് എ സോങ് ടൈറ്റിൽ മൈ വില്ലേജ്. അപ്പോൾ നമുക്കൊരു സോങ് ടൈറ്റിൽ ചെയ്താൽ ഒരു പാട്ട് കമ്പോസ് ചെയ്താലോ, മൈ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തിട്ട് റൈറ്റ് എ സോങ് കവറിംഗ് ദ വില്ലേജസ് യു ഹാവ് സീൻ ആൻഡ് പീലീസ് വില്ലേജ് ആൻഡ് സിംഗ് ഇറ്റ് ടു ദ ക്ലാസ് ഇൻ യുവർ ഓൺ റിതം. നിങ്ങൾ എന്താക്കുക, ഒരു പാട്ട് എഴുതിയിട്ട് എന്താക്കുക, പീലീൻ്റെ വില്ലേജിൽ കണ്ട പീലീൻ്റെ വില്ലേജിനും അതുമാതിരി നിങ്ങൾ പാടിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്വന്തമായിട്ടുള്ള റിതത്തിൽ എന്താക്കുക, നിങ്ങൾ പാട്ട് പാടുക. അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമവും അതുപോലെ ഈ പീലീൻ്റെ ഗ്രാമവും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാട്ട് എഴുതിയിട്ട് നിങ്ങളുടെ താളത്തിൽ തന്നെ നിങ്ങൾ പാട്ട് പാടുക. ദെൻ നോക്കൂ, രാത്രിയാണല്ലേ. ഫൈൻഡ് എ സ്പോട്ട് ഇൻ യുവർ പ്ലേസ് വെർ യു ക്യാൻ സീ എ നൈറ്റ് വ്യൂ. നിങ്ങളുടെ സ്ഥലത്ത് ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക, രാത്രി കാഴ്ച കാണുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക. വാട്ട് ആർ ദ സൈറ്റ് ഡു യു സീ. അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾ കാണുക? ലെറ്റ്സ് ഡ്രോ ദം, അത് ചിത്രം വരയ്ക്കുക. ഓർഗനൈസ് എ പിക്ചർ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് വിത്ത് ഓൾ ദ പിക്ചർ ഡ്രോൺ ബൈ ഓൾ ഓഫ് യു അണ്ടർ ദ ടൈറ്റിൽ മൈ നൈറ്റ് ആൻഡ് സ്കൈ. നിങ്ങൾ ആ പിക്ചർ എക്സിബിഷൻ ക്ലാസ്സിന് ഒരു പിക്ചർ എക്സിബിഷൻ സംഘടിപ്പിക്കുക ക്ലാസ്സിൽ. എന്നിട്ട് ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ
അവിടെ പ്രദർശിപ്പിക്കുക. എന്താണ് ടൈറ്റിൽ? മൈ നൈറ്റ് ആൻഡ് സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലും കൊടുക്കുക. പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജസ്. അപ്പോൾ പീലിയോട് ഇവിടെ പറയാണല്ലേ, എന്തൊരു സന്തോഷമാണല്ലേ നിൻ്റെ വില്ലേജും അതുപോലെ ഇവിടെയുള്ള വില്ലേജസൊക്കെ ഭയങ്കര ഹാപ്പി ആണെന്ന് പറയുകയാണല്ലേ. ഐ ജസ്റ്റ് കാൺ വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദിസ് സൈറ്റ്. എനിക്ക് എന്താണ്, ഞാൻ എൻ്റെ അമ്മനോട് ഈ കാഴ്ചയെ കുറിച്ച് പറയാൻ എനിക്ക് തിടുക്കായി എന്ന് അപ്പു പറയുകയാണല്ലേ. ഐ തോട്ട് സിറ്റി ലൈഫ് അലോൺ ഹാസ് ഫൺ. ഞാൻ വിചാരിച്ചത് എന്താ, സിറ്റി ലൈഫ് മാത്രമാണ് ഫണ്ണായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. ദാറ്റ് തോട്ട് ചേഞ്ച് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. ഈ ട്രിപ്പിന് ശേഷം എന്താണ് ചിന്ത മാറിയെന്ന് വിക്കി പറയുകയാണല്ലേ. ഇനി എന്താണ് ചമ്മേലി? മൈ മാ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വന്തം വില്ലേജ് ഏകദേശം ഇതുപോലെയൊക്കെയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് ചമേലിയും പറയുകയാണല്ലേ. ഫ്രണ്ട്സ് ഹു വിസിറ്റഡ് പീലീസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർഡ് ദെയർ ഒപ്പീനിയൻ. ഫ്രണ്ട്സ് എന്താക്കി, നിങ്ങൾ പീലിയുടെ വില്ലേജ് വിസിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങളെ ഒപ്പീനിയനും നിങ്ങളെ അഭിപ്രായം ഷെയർ ചെയ്യുക. ഡോണ്ട് യു ഓൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ്? റൈറ്റ് ഹൗ ദ സൈറ്റ് ഓഫ് ദ വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു. അപ്പോൾ നിങ്ങൾ എന്താണ് പീലിയുടെ വില്ലേജിലൊക്കെ ചുറ്റി കറങ്ങിയില്ലേ. അപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. ഇനി നിങ്ങൾ എന്താക്കുക, നിങ്ങളുടേതായുള്ള അഭിപ്രായം പറയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ സ്വാധീനിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് എന്താക്കുക അവിടെ എഴുതുക കേട്ടോ. ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ്, അതായത് ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിന് അതായത് തുടക്കത്തിന് മുമ്പ്, യു മൈറ്റ് ഹാവ് ഹാഡ് ഡിഫറെന്റ് preconceived notions about Pili's village, the ways of happiness and the life of other people. You had always viewed the world through such thoughts till then, hadn't you? Didn't you give up many such preconceived notions during this journey? Didn't you gain some new experiences and knowledge? Listen to Pili's friends. എന്താണ് ഇവിടെ പറയുന്നത്, പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ നമുക്ക് എന്താണ് പല മുൻധാരണകളും ഉണ്ടായില്ലേ. നമുക്ക് അവിടെ സന്തോഷമാവുമോ, അവിടുത്തെ ആൾക്കാർ സന്തോഷമാരാകുമോ, എന്താണ് പിന്നെ അതുപോലെ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ഒക്കെ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ധാരണ ഇതുണ്ടായിരുന്നില്ലേ, നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ആ സംശയങ്ങളൊക്കെ ഇപ്പോൾ മാറിയില്ലേ. വില്ലേജ് കണ്ടപ്പോൾ ഇതുപോലെയല്ലേ നിങ്ങൾ ഈ ലോകത്തിനെ തന്നെ നിങ്ങൾ കാണുന്നത് അല്ലേ. പല സംശയത്തോടു കൂടിയൊക്കെ നമ്മൾ ലോകത്തെ കാണുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അറിവുകളും അതുപോലെ ജേണിയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പല മുൻധാരണകളും തെറ്റാണ് അല്ലേ. ഡിഡിന്റ് യു ഗെയിൻ സം ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. നമുക്ക് പുതിയ എക്സ്പീരിയൻസും നോളജും ഒക്കെ നമുക്ക് കിട്ടിയില്ലേ. ലിസൺ ടു പീലീസ് ഫ്രണ്ട്സ്. പീലിന്റെ ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കൂ. ഐ തോട്ട് ഐ വുഡ് ബി ഹാപ്പി ഓൺലി വിത്ത് ദ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഇൻ ദ സിറ്റി. സച്ച് എ തോട്ട് ഹാസ് ചേഞ്ച്ഡ്. ഞാൻ വിചാരിച്ചത് ഈ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉള്ള സിറ്റിയിലാണ് എല്ലാം ഉള്ളത്, അവിടെയാണ് ഹാപ്പി സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് വിക്കി പറയാണല്ലേ. ആ ചിന്തകളൊക്കെ മാറിയെന്ന് വിക്കി പറഞ്ഞു അല്ലേ. അപ്പോൾ അപ്പു പറയുന്നത് ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെഡ്. ഞാനും വിചാരിച്ചു വിക്കി പറഞ്ഞ പോലെ തന്നെയാണെന്നാണ് ഞാനും വിചാരിച്ചത്. വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് ദർ. ഞങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് ഹാപ്പിനെസ് എവരിവെയർ. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലായിടത്തും ഹാപ്പിനെസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ചെമ്മേലി പറയുന്നത് ഐ വാസ് അഫ്രൈഡ് ദാറ്റ് എവറി വൺ വുഡ് സീ മീ എസ് എ കിഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈറ്റ് സെറ്റ് മീ അസൈഡ്. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. ഞാൻ പേടിച്ചിരുന്നത് എല്ലാവരും വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന കുട്ടിയാണെന്നുള്ള രീതിയിൽ എന്നെ മാറ്റി നിർത്തുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നില്ലേ. അതൊക്കെ മാറിയെന്ന് ചമ്മേലി പറയാണല്ലേ. ഇനി നീന് പറയുന്നതോ ഐ നെവർ തോട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദീസ് സൈറ്റ്സ് ആൻഡ് എൻജോയ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ലല്ലേ ഇങ്ങനത്തെ നല്ലൊരു സൈറ്റ് ഒക്കെ എനിക്ക് കിട്ടുന്നു, ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന്. അങ്ങനെയാണ് നീന് പറയുന്നത് അല്ലേ. ദീസ് ചിൽഡ്രൻ ഹാവ് കറക്റ്റഡ് ദെയർ പ്രീ കൺസീവ്ഡ് നോഷൻസ് ഹാവിൻ ദ. അവരവരുടെ മുൻധാരണകളൊക്കെ മാറ്റി. യു ടു ഹാവ് ട്രാവൽ ത്രൂ പീലീസ് വില്ലേജ്. നിങ്ങൾ പീലിന്റെ വില്ലേജിലൂടെ യാത്ര പോയില്ലേ. വാട്ട് ആർ ദ ന്യൂ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെയിൻഡ് ഡ്യൂറിംഗ് ദിസ് ജേർണി. ഈ ജേർണിയിലൂടെ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നല്ല രസമുള്ളതാണല്ലേ. നമ്മൾ കഥകളിലൂടെയാണ് പോയത് അല്ലേ. നമ്മൾ കഥാബുക്കിലൊക്കെ ഉള്ള പോലെ തന്നെ അല്ലേ ഒരു കഥകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റോറിയാണ്. അപ്പോൾ വില്ലേജിനെ കുറിച്ചിട്ടും അതുപോലെ പുറത്തുള്ള ലോകത്തെ കുറിച്ചും ഒക്കെ നമുക്ക് പറ്റി
അറിയാൻ കഴിഞ്ഞു അല്ലേ. അപ്പം എല്ലായിടത്തും സന്തോഷവും ഉണ്ട്, എല്ലായിടത്തും എന്താണ് ദുഃഖവും സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ, ഒരു സ്ഥലത്ത് മാത്രമല്ല. അപ്പം എല്ലാവരുമായിട്ട് നമ്മൾ എന്താക്കണം, നല്ല കൂട്ടുകെട്ട് വേണം അല്ലേ. എല്ലാവരുമായിട്ട് നല്ലപോലെ ഇടപെടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.